കഴിഞ്ഞ മാസങ്ങളിൽ കർത്താവ് നൈറ്റ് വീൽ ശുശ്രൂഷയിലൂടെ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് കർത്താവിനെ നമ്മൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയാണ്. സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ലീഡ് ചെയ്യുന്നത് ശാലോം ശുശ്രൂഷകനായ മാത്യു പി ഡിയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾക്ക് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. 105 സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. അവിടുത്തെ പ്രവൃത്തികൾ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയുമായി ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. ആ അനുഗ്രഹത്തെ ഓർത്ത് ഈ വേളകളിൽ കർത്താവിനെ നമ്മളൊന്ന് ആരാധിക്കണമെന്ന് സ്വർഗത്തിലെ പിതാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റായി നിൽക്കാം. ഇപ്പോൾ ഭവനങ്ങളായിരിക്കുന്നവർ ചേർന്ന് നമ്മളൊന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഈശോയുടെ മുഖമൊന്ന് കൺമുമ്പിൽ കണ്ട് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കൺമുമ്പിൽ ഒന്ന് ദർശിക്കാം. എത്രമാത്രം അനുഗ്രഹം ഈ നാളുകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. എത്രമേൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കപ്പെട്ട ജീവിതമാണ്. ദൈവം നമ്മളെ കരം പിടിച്ചു നടത്തി. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു. ആ നല്ലവനായ കർത്താവിന് ഹോസാന പാടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഇരു കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരു നിമിഷം യേശുവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ചേർന്ന് പാടി വലിയ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുത്ത് ചേർന്ന് പാടി ആരാധിക്കാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോസാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോസാന പാടിടാം. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോസാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോസാന പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ആ കർത്താവിന് മഹത്വം കൊടുക്കുക. അവന്റെ പ്രവൃത്തികൾ ഉദ്ഘോഷിച്ച് ജനതകളുടെ മുമ്പിൽ അവിടുത്തെ നാമത്തെ ഉയർത്തി വീണ്ടും കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ആമേൻ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് കരങ്ങൾ താഴ്ത്തിയടിച്ച് കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. കൈയടിച്ചു പാടിടാം, കരങ്ങൾ വീശി പാടിടാം, നൃത്തമാടി പാടിടാം, സ്തോത്രഗീതം പാടിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോസാന പാടിടാം, കരങ്ങളടിച്ച് പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോസാന പാടിടാം, പാടിടാം പാടിടാം ഹല്ലേലൂയ പാടിടാം, പാടിടാം പാടിടാം ഹോസാന പാടിടാം, പാടിടാം പാടിടാം സ്തോത്രഗീതം പാടിടാം, ജീവനുള്ള നാഥന് ഹോസാന പാടിടാം. ഹല്ലേലൂയ, കരങ്ങളുയർത്തി ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശാന്തമായിട്ടിരിക്കാം. പ്രിയമുള്ളവരെ, ഏറെ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ സന്നിധിയിലെ ഈ സമയങ്ങളിൽ വ്യാപരിക്കുക. കഴിഞ്ഞ കാലയളവിൽ ഇതുപോലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വന്ന് ദൈവത്താൽ തൊട്ട അനേക ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന കർത്താവ് തൻ്റെ അത്ഭുതകരമായ ശക്തി, സ്വർഗത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങി നമ്മളെ തൊട്ട് സൗഖ്യപ്പെടുത്തി നമ്മെ വിടുവിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോൺ പാലക്കാട്, അദ്ദേഹം വയനാട് നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുക. എൻ്റെ ഭാര്യ മേരിക്ക് 16 വർഷത്തോളമായി സൈനോസൈറ്റിസ് മൂലം മുഖത്തിൻ്റെ വലതുവശത്ത് കഠിനമായ വേദനയായിരുന്നു. പല മരുന്നുകൾ കഴിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല. വലത് കൈകൊണ്ട് ജോലി ചെയ്യുമ്പോൾ നീരും വേദനയും കൂടുമായിരുന്നു. 1.5 വർഷം മുമ്പ് വേദന വല്ലാതെ കൂടുകയും വേദനയുടെ ഗുളിക കഴിക്കുമ്പോൾ മയങ്ങിപ്പോവുകയും ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 2015 ജനുവരിയിലെ നൈറ്റ് വിജിലിൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. അന്ന് മുതൽ എല്ലാ ജോലികൾ ചെയ്യുകയും മരുന്നില്ലാതെ കഴിയുകയും ചെയ്യുന്നു. സൗഖ്യം തന്ന നാഥന് 1000 നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, 16 വർഷത്തോളം ഒരു രോഗാവസ്ഥയിൽ കടന്നുപോയ സഹോദരി ഒരു നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിച്ചപ്പോൾ യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി ആ സഹോദരിയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ഓർക്കുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ജീവിതങ്ങളിൽ അനേക വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗങ്ങളിലെ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ അടിമമത്വത്തിൽ നിന്റെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുകയെ പ്രിയ സഹോദരങ്ങളെ ഓർക്കണം, നമ്മുടെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. എത്രയോ വർഷ പഴക്കങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിൽ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും ഒരു തടസ്സമല്ല. ആ മകളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും വലിയ രോഗപീഠകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഈ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങളിലും യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ രാത്രിയിൽ പരിവർത്തിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ഈ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആമേൻ. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിനെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിനെ. പാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിനെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിനെ. ഞങ്ങൾ കുടുംബമായി അയർലൻഡിലാണ്. എൻ്റെ ഇളയ സഹോദരൻ്റെ വിവാഹത്തിന് വലിയ തടസ്സങ്ങളുണ്ടായി. ധാരാളം ആലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല. 2014 ജൂൺ മാസത്തെ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാനൊരു പേപ്പറിൽ സഹോദരൻ്റെ കാര്യം എഴുതി TV-യുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ വിവാഹം നടന്നാൽ ശാലോമിലേക്ക് എഴുതി അറിയിക്കാമെന്ന് നേരുകയും ചെയ്തു. വീട്ടിലുള്ള മറ്റുള്ളവരോടും നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരുന്നു. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലും ഇപ്രകാരം തന്നെ ആവർത്തിച്ചു. വിവാഹം നടക്കാത്തതിനാൽ വീട്ടിലെല്ലാവരും വിഷമത്തിലായിരുന്നു. ആഗസ്റ്റ് മാസത്തിലെ നൈറ്റ് വിജിൽ സ്തുതിപ്പിൻ്റെയും ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, 1 മാസത്തിനുള്ളിൽ അനിയൻ്റെ വിവാഹം അങ്ങ് നടത്തി തരണമേ. സർവശക്തനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. 2014 ആഗസ്റ്റ് 28 മനസ്സമ്മതവും സെപ്റ്റംബർ 14 വിവാഹവും നടത്തിത്തന്ന് ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ദൈവമേ നന്ദി. ജോണി VK അയർലൻഡിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുക. പ്രിയ യുവാവേ, യുവതി, അനേക വർഷമായിട്ട് ജീവിത പങ്കാളി അന്വേഷിച്ച് മനസ്സ് തളർന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഒത്തിരി മാതാപിതാക്കളുടെ നൊമ്പരം അത്.
തങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കി ഇന്നൊരു ജീവിതാന്തസ്സിലേക്ക് അവരെ പ്രവേശിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വ്യസനിക്കുന്ന ഒത്തിരി ജീവിതങ്ങളോട് ഈ രാത്രിയിൽ സ്വർഗത്തിന്റെ ദൈവം പറയുന്നു, നിന്റെ വിവാഹ തടസ്സം എടുത്തു നീക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിവാഹത്തിന്റെ തടസ്സം എടുത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ ഈ രാത്രിയിൽ ഓർക്കണമേ, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ദൈവം എടുത്തു നിൽക്കുന്ന രാത്രി ഇത്. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകുന്ന, ജോലി തടസ്സങ്ങൾ മാറിപ്പോകുന്ന അനുഗ്രഹത്തിന്റെ രാത്രിയിൽ നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് വീണ്ടും കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി സന്തോഷത്തോടെ ആരാധിക്കാം. ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ, ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം വാഴ്ത്തിയിടാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ജീവന്റെ ഉറവിട ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം വാഴ്ത്തിയിടാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. UK-യിൽ നിന്നാണ് ഈ കത്ത്. ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായ അന്യായമായ കുറ്റാരോപണത്തെ തുടർന്ന് 2 വർഷം മുമ്പ് എനിക്കെതിരെ ഒരു കേസുണ്ടായി. ഏറെ വേദനയോടെ ഞങ്ങൾ ശാലോം പ്രയർ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. 2 വർഷക്കാലവും എല്ലാ മാസത്തെയും നൈറ്റ് വിജിൽ പ്രോഗ്രാം TV-യിലൂടെയും കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. സർവശക്തനായ ദൈവം ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ട കോടതി എന്നെ വെറുതെ വിട്ടു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എലിസബത്ത് ജോസ്, UK-യിൽ നിന്നാണ് ഈ സാക്ഷ്യം എഴുതിയറിച്ചിരിക്കുക. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്യായമായ ഒരു കേസിൽപ്പെട്ട് കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് 2 വർഷത്തോളം ഈ സഹോദരി ഒത്തിരി അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടായി. എന്നാൽ പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് നൈറ്റ് വിജിൽ പങ്കെടുത്ത് വലിയ തീക്ഷ്ണതയോടെ ഈ കുടുംബം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സ്വർഗത്തിലെ ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമുക്ക് ന്യായം നടത്തി തരുന്ന ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് ആ സഹോദരിയെ ആ തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് വിടുവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന് ഇതുപോലെ ഒരു വേദനയുമായിട്ട് നീ വ്യസനിക്കുന്ന വ്യക്തിയാണോ? ഏതെങ്കിലും കേസുകൾ അനേക വർഷമായിട്ട് നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു ജീവിതമാണോ നിന്റേത്? നീ തിരിച്ചറിയണം, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു യേശുവുണ്ട്. അവൻ ഈ രാത്രി നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ സഹോദരി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, ഈ പ്രശ്നത്തെ ഓർത്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഓർക്കണമേ, നിന്റെ പ്രശ്നങ്ങളോട് ചേർന്ന് നിന്നെ ആരാധിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങും. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വാഴ്ത്തിപ്പാടാം. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജോജോഷ് KC, എറണാകുളം. ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളമായി രാത്രികാലങ്ങളിൽ പേടിക്കുന്ന ഒരസുഖമുണ്ടായിരുന്നു. പല ഡോക്ടർമാരെയും കണ്ടു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞെങ്കിലും ഈ പ്രശ്നം എന്നെ വിട്ടുമാറിയില്ല. തന്നെയുമല്ല, മിക്ക ദിവസങ്ങളിലും ഒരു കാരണമില്ലാതെ ടെൻഷൻ ഉണ്ടാവുകയും
പേടി തോന്നുകയും ചെയ്യുമായിരുന്നു. തന്മൂലം ശരീരം ശോഷിക്കുകയും ചെയ്തു. ആദ്യ വെള്ളിയാഴ്ച തോറുമുള്ള നൈറ്റ് വിജിൽ കണ്ട് ഞാനും അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കിപ്പോൾ 24 വയസ്സായി. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി 10 വർഷത്തോളം ഉണ്ടായിരുന്ന എൻ്റെ അസുഖം ഈശോ എടുത്തു മാറ്റി. എൻ്റെ ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏതാണ്ട് 10 വർഷത്തോളം അമിതമായ ഭയത്തിലും ഉത്കണ്ഠയും ആകുലതയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. ആ വ്യക്തി കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കാൻ തയ്യാറായി. യെശയ്യാ 41:10 പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ രാത്രിയിൽ ഓർക്കണമേ, അകാരണമായ ഭയം കൊണ്ട് തളർന്നുപോയ എത്രയോ ജീവിതങ്ങളുണ്ട്. ഒത്തിരി ഉത്കണ്ഠയും ആകുലതയും ടെൻഷനും കൊണ്ട് നിറഞ്ഞ എത്രയോ വ്യക്തി ജീവിതങ്ങളുണ്ട്. ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളുണ്ട്. അകാരണമായ ഭയവും ടെൻഷനും ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക് കൊണ്ടുപോയ വ്യക്തികളുണ്ട്. മാനസിക രോഗത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നുപോയവരുണ്ട്. അവരെ നോക്കി സ്വർഗത്തിലെ ദൈവം നമുക്കൊരു സന്ദേശം തരികയാണ്. ഇതാ, നിന്റെ സർവ്വ മനപീഡകളിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ യേശു ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന രാത്രിയാ. സകല ഭയത്തിന്റെ അസ്വസ്ഥതയുടെ കെട്ടുകളിൽ നിന്ന് നമ്മളെ അഴിവിച്ച് അവൻ വിടുവിക്കുന്ന ദൈവമാ. ആ കർത്താവിനെ കൈയടിച്ച് സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ആമേൻ. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. കൈയടിച്ചു പാടിടാം, കർത്തനെ സ്തുതിച്ചിടാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കത്ത്. ഞങ്ങൾ കുടുംബമായി ഇവിടെയാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. 2000 മെയ് 25-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ശാലോം നൈറ്റ് വിജിലിൽ സ്ഥിരമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു. ഒന്നിനും ഫലം കണ്ടില്ല. ഇതിനിടയിൽ ഞാൻ 7 പ്രാവശ്യം പ്രഗ്നൻ്റായി. എല്ലാം അബോർഷനായി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചു. ശാലോമിലേക്ക് കത്തുകൾ മുഖേനയും ഫോൺ വിളിച്ചും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. 2013 നവംബർ മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റായി. പ്രഗ്നൻസി സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ദൈവം എന്നെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. അങ്ങനെ 14 വർഷത്തിന് ശേഷം 2014 ജൂലൈ 24-ന് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ, ക്രിസ്റ്റീനനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ശാലോമിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളിയ നല്ലവനായ ദൈവത്തിന് നന്ദി. ജയ്മോൾ ജോൺ, സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 14 വർഷം ഒരു നീണ്ട കാത്തിരിപ്പ്. അവർ തളർന്നു പോയില്ല, നിരാശയ്ക്ക് അടിമപ്പെട്ടില്ല. 7 തവണ ആ സഹോദരി പ്രഗ്നൻ്റായി. എന്നാൽ ഏർലി സ്റ്റേജിൽ ഇതെല്ലാം അബോർഷനായിപ്പോയി. അവർ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ കാത്തിരുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് മനോഹരമായ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ്, പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ഓർക്കണമേ, അനേക വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാത്ത ദമ്പതികളുണ്ട്. വർഷങ്ങളേറെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിന് ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധി എടുത്തു നീക്കി നിനക്ക് കുഞ്ഞുങ്ങളെ തരാൻ. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ആരെല്ലാം കുഞ്ഞുങ്ങളില്ലാതെ പരിശ്രമിക്കുന്നവരുണ്ടോ അവർ ദൈവത്തോട് ചേർന്ന് ആരാധിക്കണമേ. ഈ രാത്രിയിൽ ദൈവം നിനക്കൊരു കുഞ്ഞിനെ തല്ലി അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ ദൈവം നിന്റെ ഉദരത്തെ അനുഗ്രഹിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് വീണ്ടും കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പാടിടാം
ഹല്ലേലൂയ പാടിടാം 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 ഹോസാന പാടിടാം 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 സ്തോത്രഗീതം പാടിടാം ജീവനുള്ള നാഥന് ഹോസാന പാടിടാം 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 ഹല്ലേലൂയ പാടിടാം 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 ഹോസാന പാടിടാം 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 സ്തോത്രഗീതം പാടിടാം ജീവനുള്ള നാഥന് ഹോസാന പാടിടാം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓർക്കണമേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്. ഏലിയ കർത്താവിൻ്റെ സന്നിധിയിൽ തീക്ഷ്ണതയോടെ അവൻ പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പറയാതെ ഇനി ആകാശം തുറക്കപ്പെടുകയില്ല, ദേശത്ത് മഴ പെയ്യുകയില്ല. 3 വർഷവും 6 മാസവും അവൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ആകാശവിധാനങ്ങളെ അടച്ചു. പ്രിയ സഹോദര സഹോദരി, നാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ പ്രപഞ്ചത്തിൽ ഇറങ്ങിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ രാത്രിയിൽ കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവം ഈ കണ്ണുനീര് കൊണ്ട് കുതിർന്ന കത്തുകളുടെ മേൽ തൻ്റെ കൃപയിറക്കണം. ഈ രാത്രിയിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരണം. എല്ലാവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകണം. ഫോൺ കോളുകളിലൂടെ, ഇമെയിലിലൂടെ, നമ്മളോട് വേറെ റിക്വസ്റ്റിലൂടെ, കത്തുകളിലൂടെ എഴുതി അയച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കണ്ണുകളടച്ച് ഇരുകരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധാത്മാവിനോട് ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ, യേശു ആഗ്രഹിക്കുന്നത് പോലെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു അഭിഷേകം തരണമേ. നിന്റെ ആത്മാവിനെ അയച്ച് എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നല്ലവനായ ദൈവമേ, സർവശക്തനായ പിതാവേ, അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ലോകം മുഴുവനിലേക്കും നിന്റെ വചനം എത്തിക്കുവാൻ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ യേശുവേ അങ്ങ് രൂപകൽപ്പന ചെയ്തതും അങ്ങ് നടത്തുന്നതുമായ ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷയുടെ നേതൃത്വ നിരയിലേക്ക് വിളിക്കപ്പെട്ട എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം മിനിസ്ട്രിയോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നും കർത്താവേ, ശാലോമിന്റെ ശുശ്രൂഷകരെ സംരക്ഷിക്കണമേ. നേതൃത്വ നിരയെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. തിരു രക്തത്തിനുള്ളിൽ മറച്ചു പിടിക്കണമേ. കർത്താവേ, ഈ മിനിസ്ട്രിക്ക് ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷനെ ഓർത്ത്, ഷാലോം വേൾഡിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുഖം ലോകം മുഴുവൻ കാണിക്കുവാൻ, നിന്റെ വചനം കൊണ്ട് ലോകം മുഴുവൻ നിറയ്ക്കുവാൻ കർത്താവേ, അവിടുന്ന് നൽകിയ ടെലിവിഷനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയെ ഭവനങ്ങളിൽ എത്തിക്കുന്ന എല്ലാ DTH സംവിധാനങ്ങൾക്ക് വേണ്ടി, കേബിൾ TV നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം ടെലിവിഷനിലൂടെ അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന എല്ലാ പ്രോഗ്രാമുകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പുതിയ അഭിഷേകത്താൽ, പുതിയ ചൈതന്യത്താൽ നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ജീവിക്കുന്ന ദൈവമേ, സർവശക്ത, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, നിന്റെ വചനം കുടുംബങ്ങളിൽ എത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ടൈംസിന് വേണ്ടിയും, ഷാലോം ടൈഡിങ്സിന് വേണ്ടിയും, സൺഡേ ഷാലോമിന് വേണ്ടിയും, ഷാലോം തമിഴിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകം കൊണ്ട്, പുതിയ അഭിഷേകം കൊണ്ട്, പുതിയ കൃപ കൊണ്ട് നിറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പങ്കുവെക്കുവാനും അങ്ങ് ഒരുമിച്ച ഷാലോം പീസ് ഫെലോഷിപ്പിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ തലമുറകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഏജന്റുമാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ, അനുഗ്രഹിച്ചു ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോമിന്റെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ, ഈ ലോകത്തെ ഈ രാത്രിയിൽ അനുഗ്രഹിച്ചിട്ടിരിക്കുന്ന ദൈവത്തെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവത്തെ അതരം തുറന്ന് ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, എന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. കരങ്ങളടിച്ച്. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങളാൽ എന്നെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ കൂടെയുള്ളതാ. യേശുവിന്റെ കൂടെയുണ്ട്. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവിൻ
നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നു. 7 വൻകരകളിൽ കർത്താവിൻ്റെ വചനം എത്തിക്കണം. നമുക്കൊന്ന് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകം മുഴുവനും നിന്റെ വചനം എത്തുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, സുവിശേഷ വേലയ്ക്കായി നഷ്ടപ്പെടുന്ന ആത്മാക്കളെ നേടുവാനായി അനേക മക്കളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും കർദിനാൾ സംഘത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എന്റെ യേശുവേ, ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ ആത്മാവിനാൽ, നിന്റെ അഭിഷേകത്താൽ ഈ സമർപ്പിത വർഷത്തിൽ എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സോഫിയ പബ്ലിക്കേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രസിദ്ധീകരിച്ച എല്ലാ പുസ്തകങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ശാലോമിന്റെ ജൂബിലി വർഷത്തിൽ അങ്ങ് നൽകിയ പുതിയ പുസ്തകത്തെ ഓർത്ത് പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ലോകമെമ്പാടും ഈ പുസ്തകം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അഭിഷേകം പുസ്തകത്തിൽ നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളിലും പുതിയ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി അതരം തുറന്ന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ,